أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك مالك يوم الدين. مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين آمين آمين. الحمد لله. الحمد لله رب العالمين. الحمد لله العزيز الجبار المتكبر. هو الرحمن الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറത്തുൽ ഫാത്തിഹയുടെ മീനിങ് ആണ് നമ്മൾ വിത്ത് ട്രാൻസ്ലേഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, സൂറ ഫാത്തിഹയുടെ കംപ്ലീറ്റ് മീനിങ് അറിയുന്ന ഒരു കൈപൊക്കെ. കംപ്ലീറ്റ് മീനിങ് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. സൽമാൻ പറഞ്ഞേ. ഷെയ്ത്താൻ പോവാൻ. ഷെയ്ത്താൻ പോവാൻ അല്ലെ? കണ്ടന്റ് അതാണ്, ഷെയ്ത്താൻ പോവാൻ അല്ലെ? ഓക്കെ, മീനിങ് ജോഹർ? ശപിക്കപ്പെട്ട പിശാച് നിർത്തുന്ന നമ്മള് വേർഡ് ബൈ വേർഡ് ഒന്ന് പറഞ്ഞു വെക്കുക. അഊദു, അഊദു, ഇസ്തആദ, ഇസ്തആദ എന്ന് പറയാ. അഊദു, അഊദു എന്ന് പറഞ്ഞാൽ എന്താണ്? ബില്ലാ, ബില്ലാ മീൻ അല്ലാഹ്. അഊദു ബില്ലാ മിനശ് ശൈത്വാൻ. ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ what the meaning of shaitan? ഇബ്ലീസ് is a invisible force അല്ലെ? കാണാൻ പറ്റാത്ത ഒരു സാധനം. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമോ? എയർ, കാറ്റ് കാണാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ ഫീൽ ചെയ്യാൻ പറ്റും. കാറ്റടിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇബ്ലീസിനെ കാണാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ ഇബ്ലീസിനെ നമുക്ക് കാണാൻ പറ്റും. മിനൽ ജിന്നതി വന്നാസ്. ഇബ്ലീസ് 2 ടൈപ്പ് ആണ്. ഇബ്ലീസിനെ കണ്ടവര് കൈബുക്ക്. ഇബ്ലീസിനെ കണ്ടവരോ? നീ എവിടുന്നാടാ ഇബ്ലീസിനെ കണ്ട് ജോഹറെ? മനുഷ്യനൊരു ജിന്നില്ലേ? പക്ഷെ അത് ഇബ്ലീസാന്ന് എങ്ങനെ മനസ്സിലാവും? നമ്മളെങ്ങനെ ഉറപ്പിക്കുക? മടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോ ലേസിനെസ് അല്ല ഇബ്ലീസ് ആയിക്കൊള്ളുന്നില്ല. ഒരു കുട്ടി മടി കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഇബ്ലീസ് കാരണം മാത്രമേ, അത് നാച്ചുറൽ ആയിട്ട് ആ കുട്ടിയിൽ അങ്ങനെയുള്ള കുട്ടികളും ഉണ്ടാവാം, മേ ബി, റൈറ്റ്? ഇബ്ലീസ് എന്നുള്ളത് മനുഷ്യനും ഉണ്ടാവും. നിങ്ങൾ കേട്ടണോ നീ ഒന്ന് പോവാൻ അങ്ങോട്ട് ഇബ്ലീസ് ആവാതെ? അങ്ങനെ പറയും ചിലര്. നീ ഇബ്ലീസ് ആവാതെ ഒന്ന് അവിടുന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ? ഇബ്ലീസിന് നമ്മുടെ ബോഡിയിൽ കയറാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് കോവിഡ് വൈറസ് പോലെ. വൈറസ് നമ്മുടെ ബോഡിയിൽ കയറി നമ്മൾ അറിയോ? ഇല്ല. പക്ഷെ നമുക്ക് അറിയാൻ പറ്റും വൈറസ് കയറി കഴിഞ്ഞാൽ. കോവിഡ് വന്നവരൊക്കെ കൈബുക്ക്. ആരുമില്ല, ആർക്കും കോവിഡ് വന്നില്ല. ഓക്കെ, എന്തായാലും വന്നാ കോവിഡ്? വന്നാ? എന്നിട്ട് നീ മരിച്ചുപോയാ? ഇല്ല ഇല്ലേ? കോവിഡ് വന്നിട്ട് മരിച്ചു പോയിട്ടില്ല. കുറെ പേര് മരിച്ചുപോയി, അല്ലേ? പക്ഷെ നമ്മൾ കോവിഡ് വന്നിട്ട് നമുക്ക് വന്നിട്ടുണ്ടാവാം,
വന്നിട്ടുണ്ടാവാതിരിക്കാൻ പലരും അറിയണില്ല. ചിലരെ അറിയും, ചിലരൊക്കെ ആ ഫസ്റ്റ് ടൈമിലൊക്കെ വലിയ പ്രശ്നമായിരുന്നു അല്ലെ. ആളുകളെ പോലീസുകാരൊക്കെ ഓടിച്ചിട്ട് അടിക്കുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നില്ലേ അങ്ങാടിയിൽ നിന്നൊക്കെ അല്ലെ. അപ്പോ ഫസ്റ്റ് ടൈം. പക്ഷെ കോവിഡ് നമ്മുടെ ബോഡിയിൽ കയറിയോ ഇല്ലെന്ന് എങ്ങനെ അറിയാൻ പറ്റുമോ? ടെസ്റ്റ് ചെയ്താലും അറിയാൻ പറ്റും. ബട്ട് ഇബിലീസ് കയറിയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇബിലീസ് നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെ അറിയാൻ പറ്റും? ഇബിലീസ്, ഷൈത്താൻ. ഇഷാൻ എന്താ ഒന്നും പറയാത്ത? എന്താ പരിപാടി? അതെ, ഈ കമ്പ്യൂട്ടറിൽ ഒരു ആപ്പ് ഓപ്പൺ ആയത് എക്സിറ്റ് അടിക്കാൻ നോക്കാണ് ഞാൻ. നിന്റെ ഈ ആപ്പുകളൊക്കെ ഒന്ന് മൊത്തമായിട്ടൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ. എപ്പോഴും ആപ്പുകളാണ്, നീ ആപ്പിലായി പോവും. ജവഹർ. നമ്മള് നല്ലൊരു കാര്യം ചെയ്യാൻ പോയാൽ ഇപ്പൊ ഒരാള് അത് മുടക്കാനുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ചെയ്താൻ അവരെ ബോഡി അത് ഒന്നുണ്ട്. അബൂലാബിന്റെ പണി എടുക്കാന്ന് പറയും. അബൂലാബ് ചരിത്രത്തിൽ വലിയ മുടക്കം നിന്ന ഒരാളാണ് അബുലാബ്. അബുലാബ് ആരാന്ന് ചോദിച്ചാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ കാക്കയാണ് അബൂലാബ്. പക്ഷെ ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ ശത്രുക്കളെ സമ്മാനിച്ച, അല്ലെ ശത്രുക്കൾ ഉണ്ടാക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ച ആളാണ് അബൂലാബ്. അപ്പൊ അബൂലാബ് ചെയ്യുന്ന പണി എന്താ? എന്തെങ്കിലും ഒരു നന്മ നടക്കാൻ പോകുമ്പോൾ അതിനെ മുടക്കുക. അത് അബൂലാബിന്റെ പണി. അത് ഇബിലീസിന്റെയും പണിയാണ്. ഇബിലീസ് രണ്ട് വഴിയിലൂടെയാണ് അത് മുടക്കുക. ഓക്കെ, നിങ്ങളൊരു നന്മ ചെയ്യാൻ പോവാന്ന് വിചാരിച്ചോ? ഏതാണ് നന്മ? നിസ്കരിക്കാൻ പോവാണ്, അല്ലെ ഖുർആൻ ഓതാൻ പോവാണ്, അല്ലെ ഇത് സ്വതക്ക ചെയ്യാൻ പോവാണ്. അങ്ങനെ ഒരു നന്മ ചെയ്യാൻ പോവാണ്. ഇബ്ലീസിന് 2 വഴികളാണ് നിങ്ങൾ ബ്ലോക്ക് ചെയ്യാനുള്ളത്. ആർക്കെങ്കിലും പറയാൻ പറ്റും? 2 ways. ഹംദാൻ. സാർ, നമ്മളെ മനസ്സിനെ മാറ്റിക്കൊണ്ട് ഇബ്ലീസ് നമ്മളെ തെറ്റിലേക്ക് കൊണ്ടോ? യെസ്, നമ്മുടെ മനസ്സിലേക്ക് നേരെ അങ്ങ് കയറി വരും ഇബ്ലീസ്. എന്നിട്ട് നമ്മളെ അത് ചെയ്യാതിരിക്കാൻ നമ്മുടെ മനസ്സിനെ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസ് ഉണ്ടാക്കുക. ഇതാണ് ഇബ്ലീസിന്റെ പണി. മനസ്സിൽ വന്നിട്ട് ഇങ്ങനെ വസ്വാസ് ഉണ്ടാക്കിയിട്ട് അതൊന്ന് തെറ്റിക്കുക. അത് തന്നെ പരിപാടി. അപ്പൊ ഈ ഖുർആൻ ക്ലാസ്സിൽ തന്നെ കയറുന്ന കാര്യത്തിൽ എത്ര കുട്ടികളെ ഇബ്ലീസ് അടങ്ങാറാക്കിയെന്ന് ആലോചിച്ച് നോക്കും. കയറുന്ന കാര്യത്തിൽ കയറണ്ടേ? ഉമ്മ പറയാ കേറിക്കോ, പോയി ക്ലാസ് എടുക്കുക, അല്ലെ കയറുന്നില്ല, അല്ലെ കേറിയിട്ട് ചില കുട്ടികൾ വിചാരിക്കും കയറിയിട്ട് ഗെയിം കളിക്കുക, അല്ലെ വേറെ എന്തെങ്കിലും ശ്രദ്ധിച്ച് നിൽക്കുക, അല്ലെ അത് ചെയ്യാം, അല്ലെ ഇത് ചെയ്യാം. ഇത് ഇബ്ലീസ് ഇങ്ങനെ ഇബ്ലീസിന്റെ പണി വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. നമ്മളെ വഴി തെറ്റിക്കുക എന്നുള്ള പണിയാണ് ഇബ്ലീസ് ചെയ്യുക. അപ്പൊ ഇബ്ലീസിന്റെ 2 വഴിയാണുള്ളത്. ഒന്നാമത്തെ വഴി നമ്മുടെ മനസ്സിൽ ജോലി ചെയ്യുക, മനസ്സ് മാറ്റുക എന്നുള്ളതാണ്. അപ്പം മനസ്സ് എവിടെയുള്ളത്? തലയിലാണോ നെഞ്ചിന്റെ ഉള്ളിലാണോ? മനസ്സ് എവിടെയുള്ളത്? ഹംദാന്റെ തലയിലാണ് ഹംദാന്റെ മനസ്സ്. ഇഷാന്റെയോ? അല്ല സാറേ, സാറ് പറഞ്ഞില്ലേ നമ്മള് ഗെയിമിനായിട്ട് ഒരു ദിവസം മാറ്റിയേക്കാന്ന്. അതുമാതിരി അനിമനെ ഒരു ദിവസം മാറ്റിയേക്കോ? അനിമ അത് ഗെയിംസിന്, അനിമന്റെ അന്ന് തന്നെ ഗെയിമും ഡിസ്കസ് ചെയ്യാം നമുക്ക് കേട്ടോ. അതിന്റെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ നമ്മൾ പണ്ടൊരിക്കലും ഡിസ്കസ് ചെയ്തിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തു. ഒരു ഡേ അത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഗെയിംസ്, അനീമ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക് ഒന്ന് മാറിപ്പോയല്ലേ ഇഷാനെ? ഇവിടെ ടോപ്പിക്കിൽ ശ്രദ്ധിക്കുക. ഇബ്ലീസ് നമ്മളെ 2 രീതിയിലാണ് നമ്മളെ വഴി തെറ്റിക്കുക. ഒന്ന് നമ്മുടെ മനസ്സ് മാറ്റുക എന്നുള്ളതാണ്. ഒന്ന് എന്താണ്? സിറ്റുവേഷനിലായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, ഇപ്പൊ ഈ ആത്തിഫ് എന്ന് പറഞ്ഞ കുട്ടീനെ കണ്ടോ? എല്ലാവരും കണ്ടോ? ആത്തിഫേ കണ്ടില്ലേ? ഇതാണ് ആത്തിഫ്. അപ്പൊ ആത്തിഫ് കമ്പ്യൂട്ടറിന്റെ അടുത്ത് വന്ന് ഇരിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പൊ ആത്തിഫിന്റെ മനസ്സിൽ ആദ്യം ഇന്ന് ഒരു ക്ലാസ് കേൾക്കാം. ആത്തിഫിന്റെ മനസ്സാണ് ഇന്ന് ക്ലാസ് കേൾക്കാം. ആദ്യം വന്നിട്ട് കൈയൊക്കെ ഇങ്ങനെ താഴെ വെച്ചിട്ട് കമ്പ്യൂട്ടർ മുമ്പിൽ ഇരുന്നിട്ട് ബിസ്മില്ലാ അൽഹംദുലില്ലാ ഒരു ക്ലാസ് കേൾക്കാനുള്ള നല്ല നിയത്തോടു കൂടി ഇരുന്നു. അപ്പോ അവന്റെ അടുത്തേക്ക് ആര് വരുന്നത്? ആരാണ് വരുന്നത്? ഇബ്ലീസ്. അപ്പൊ ഇബ്ലീസ് ഇങ്ങനെ നോക്കി ആത്തിഫിന്, ഇപ്പൊ ക്ലാസ് കേൾക്കാൻ പോവാണല്ലോ, പറ്റില്ല, ഇവനെങ്ങനെ ഇതെന്ന് മാറ്റാം. അതില് ബോഡിയിലേക്ക് കയറി കഴിഞ്ഞ് ഓൾറെഡി മനസ്സിലെത്തി. ഇബ്ലീസ് ആത്തിഫിന്റെ മനസ്സിൽ കയറി. എന്നിട്ട് പുതിയ തോട്ട്സ് ഉണ്ടാക്കുകയാണ്. എന്താണ്? എടാ, ഇന്നലെ നമ്മുടെ 9th എന്റെ മറ്റേ ഫ്രണ്ട് ഒരു ചാറ്റ് ചെയ്തില്ല, അതിന് റിപ്ലൈ കൊടുത്തില്ലല്ലോ. കൊടുത്തില്ലല്ലോ.
അവൻ എന്ത് ചെയ്യാണ്, വാട്സപ്പ് ഓപ്പൺ ആക്കി, റൈറ്റ്, അതിന്റെ റിപ്ലൈ കൊടുത്തു. അപ്പൊ അവൻ അതിന്റെ റിപ്ലൈ തിരിച്ച്, അപ്പോഴത്തേക്ക് മറ്റവന്റെ മനസ്സിൽ ഇബ്ലീസ് കയറി, ഇവന്റെ മറ്റേ ഫ്രണ്ടിന്റെ അല്ലെ, എന്നിട്ട് അവനോട് പറഞ്ഞത് അവൻ റിപ്ലൈ കൊടുക്കണം, അങ്ങനെ പിന്നെ ചാറ്റിംഗ് ആയി. അവൻ അങ്ങോട്ട് കൊണ്ടുപോയി. അല്ലെങ്കിൽ ഇന്നലെ കളിച്ച ഗെയിമിന്റെ ബാക്കി കളിച്ചില്ലല്ലോ, അത് ചെയ്യാം. ഇതെല്ലാം തോന്നിപ്പിക്കുന്നത് ആരാണ്? ഇബ്ലീസ്. ഇനിയിപ്പോ ഇതൊന്നും ആയിരിക്കൂല, നല്ല കാര്യമായിരിക്കും തോന്നിപ്പോ. ആതിഫിനോട് പറയടാ, നീ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ കുറച്ച് ബാക്കിയില്ലേ, അപ്പൊ പെൻഡിങ്ങുള്ള വർക്ക് ഇപ്പൊ ചെയ്തോ, ക്ലാസ് അവിടെ നടന്നോട്ടെ, നിനക്ക് ക്ലാസ് കേൾക്കും ചെയ്യാം, വർക്ക് നടക്കും ചെയ്യും. ഇബ്ലീസിന്റെ ഐഡിയ നോക്ക്, ക്ലാസ് കേൾക്കും ചെയ്യാം, വർക്ക് നടക്കും ചെയ്യും. അപ്പൊ എന്തായി, വലിയൊരു നന്മ നടക്കുന്നിടത്തുനിന്ന് അത് മാറ്റിയിട്ട് ചെറിയ നന്മയിലേക്ക് മാറ്റുക എന്നുള്ളതും ഇബ്ലീസിന്റെ ഒരു പണിയാണ്. ഇതാണ് ഇബ്ലീസ്. ഓക്കെ, ഇബ്ലീസ് എപ്പോഴും ശ്രദ്ധിക്കുക, അള്ളാഹുവിൽ നിന്ന് വഴിതെറ്റുക, അള്ളാഹുവിലേക്ക് പോകുന്ന എന്ത് കാര്യവും തടസ്സം നിൽക്കുക എന്നുള്ള കാര്യമാണ് ഇബ്ലീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എപ്പോഴും ക്ലാസ്സിൽ കയറുമ്പോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ ഒക്കെ ഇബ്ലീസിൽ നിന്ന് ഇസ്തിആദ ചെയ്യാം. فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم. നിങ്ങൾ ഷെയ്ത്താനിൽ നിന്ന് അഭയം ചോദിക്കണം എന്ന് ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും ഇസ്തിആദ അഊദു ബില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ഇബ്ലീസ് എന്ന് നമുക്കൊരിക്കലും നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ വിചാരിക്കും, ഇബ്ലീസ് അത് തടസ്സം നിൽക്കും, റൈറ്റ്. നിങ്ങളെ വീട്ടിൽ തന്നെ നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് തമ്മിൽ കൂടി ഇരുന്നിട്ട് ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ, നിങ്ങളെ വീട്ടിൽ അല്ലെ ഫാമിലി ഫ്രണ്ട്സ് തമ്മിൽ നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ, അത് ഇബ്ലീസ് മുടക്കുക ചെയ്യാം. ഇബ്ലീസ് എങ്ങനെ മുടക്കുക? വേണ്ട, നോ, അല്ലെ. അത് രണ്ട് രീതിയിൽ, ഒന്ന് നമ്മുടെ മൈൻഡിൽ കയറിയിട്ട്, രണ്ടാമത്തേത് വേറുള്ളവരുടെ മനസ്സിൽ കയറിയിട്ട്. അതെങ്ങനെയാ? വേറുള്ളവരുടെ മനസ്സിൽ കയറിയിട്ട് എങ്ങനെയാ മുടക്കുക? ഇപ്പൊ നിങ്ങള് പള്ളിയിലേക്ക് നടന്നു പോവാന്ന് വിചാരിച്ചു, പള്ളിയിലേക്ക് നടന്നു പോവാണ്. എന്തിനാ പോണത്? തറാവീഹ് നിസ്കരിക്കാൻ പോവാണ്, റൈറ്റ്. ആരുമില്ല, ഒറ്റക്കാണ്, നിങ്ങൾ ഇങ്ങനെ നടന്നു പോവാണ് പള്ളിയിൽ. നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ മനസ്സിലെന്താ? ഇന്ന് ഫുള്ള് നിസ്കരിക്കണം, ദിക്റിലും ദുആയിലൊക്കെ പങ്കെടുക്കണം, എന്നിട്ട് ഫുൾ കംപ്ലീറ്റ് ഒന്ന് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നടക്കുന്നത്. അപ്പണ്ട് നിങ്ങളുടെ പേര് പെട്ടെന്ന് ഒരാൾ വിളിക്കണം, നിങ്ങളെ പേര് വിളിക്കണം. ആരായിരിക്കും? നിങ്ങളുടെ ഒരു ഫ്രണ്ട്. എടാ നീ ഞങ്ങളുടെ പള്ളിക്കാ? ഞാനുണ്ട്, വാ. രണ്ടുപേരും ഒരുമിച്ചായി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഓന്റെ പോക്കറ്റിൽ നിന്ന് ഒരു മിഠായി എടുത്തിട്ട് നിങ്ങൾ മിഠായി തിന്ന്. ഇത് എവിടുന്ന കിട്ടി? ഇതാ കടയിൽ നിന്ന്, എനിക്ക് വേണോ? ഞാൻ വാങ്ങിത്തരാം, വാ വാ. അങ്ങനെ കടയിലേക്ക് പോവാണ്. കടയിലെത്തിയപ്പോൾ അവിടെ ഉണ്ട് വേറൊരു ഫ്രണ്ട്, അവന്റെ ഫ്രണ്ടും. അവർ തമ്മിൽ വർത്താനം പറയാൻ തുടങ്ങി. സ്കൂളിലെ കാര്യങ്ങൾ വർത്താനം പറയാൻ തുടങ്ങി. ഞാൻ വർത്താനൊക്കെ പറഞ്ഞപ്പോഴത്തേന് ഇഷാബാങ്ക് കൊടുക്കാനായി, അല്ലെ. അപ്പൊ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് പോവാ, ഞാൻ തറാവിയൊക്കെ തുടങ്ങിയിട്ട് പോവാം നമുക്ക്. അങ്ങനെ വർത്താനം പറഞ്ഞ് ചങ്ങാതി എന്താക്കി? ഫ്രണ്ട്സ് നമ്മളെ കൊണ്ടുപോയി തെറ്റിലേക്ക് എത്തി. ഇതാണ് ഇബ്ലീസ് ചെയ്യുന്ന രണ്ടാമത്തെ പണി. നല്ല കാര്യങ്ങളിൽ നിന്ന് വേറുള്ള ആളുകളെ കൊണ്ട് നമ്മളെ തടസ്സം നിർത്തുക. അത് ഇബ്ലീസിന്റെ പണിയാണ്, അല്ലെ. ഇനി ഇബ്ലീസിന്റെ പണി, നിങ്ങളുടെ വീട്ടിലുള്ള ഓരോ മെമ്പേഴ്സും ആ ഇബ്ലീസിന്റെ പണി എടുക്കോ? ഉമ്മ ഇബ്ലീസ് ആവുമോ? ക്വസ്റ്റ്യൻ. ഉമ്മ ഇബ്ലീസ് ആകുമോ ഇല്ലേ? യെസ് ഓർ നോ? ആവൂടാ? ആവല്ലേ പറ. അതെങ്ങനെയാ ഉമ്മ ആവുക? ശരിക്കും നോർമലി ഉമ്മ ആവില്ല, പക്ഷെ ഉമ്മയും ചില സന്ദർഭങ്ങളിലാവും. എങ്ങനെയാണെന്നറിയോ? എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, 6th A പഠിക്കുന്ന ഒരു കുട്ടി. ആ 6th A പഠിക്കുന്ന കുട്ടിയുടെ ഉമ്മ ഒരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങള് എന്താണ് പഠിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇസ്ലാമിക്സ് ആണ് പഠിപ്പിക്കുന്നത്. ഈ കുട്ടി കല്യാണത്തിന് വരുന്നില്ല. അതെന്താ കല്യാണത്തിന് വരാത്തത്? കുട്ടി പറയാണ്, മഫ്ത കല്യാണത്തിന് വരുള്ളൂ. മനസ്സിലായോ? അതായത് മഫ്ത ഇട്ടിട്ടേ കല്യാണത്തിന് വരൂ എന്ന് കുട്ടി പറയാണ്. ഉമ്മ പറയാണ്, മഫ്ത ഇട്ടിട്ട് എന്റെ കൂടെ വരണ്ടെന്ന്. അപ്പൊ ഇങ്ങനെയായി. ഉമ്മന്റെ ആഗ്രഹം എന്താണ്? ഉമ്മന്റെ മഫ്ത ഒന്നും ഇടാതെ നല്ല മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് എന്റെ മോള്, ഉമ്മ ഓൾറെഡി മഫ്ത ഇടാറില്ല, അപ്പം മോളോടും അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പക്ഷെ മോളുടെ തീരുമാനം എന്താണ്? ഞാൻ മഫ്ത ഇട്ടിട്ടാണേലേ കല്യാണത്തിനുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല, ഉമ്മന്റെ ഇഷ്ടത്തിന് പോയിക്കോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ആരെ ഇബ്ലീസായത്? ഉമ്മ. ചില കാര്യത്തിൽ ഉമ്മ ഇബ്ലീസാവും, ഇങ്ങനത്തെ കാര്യത്തിൽ. അപ്പോ നിങ്ങൾ ഉമ്മാനെ അനുസരിക്കണോ വേണ്ടേ?
അള്ളാഹുവിനും ദീനിനും എതിരായ കാര്യങ്ങൾ നിങ്ങളുടെ ഉമ്മ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഉമ്മയെ അനുസരിക്കണമോ വേണ്ടേ? ആഫിയ, വേണ്ട. അതിന്റെ കാര്യമില്ല. അള്ളാഹുവിന് എതിരായ ഒരു കാര്യം, ദീനിനെതിരായ ഒരു കാര്യം അങ്ങനെ ഉമ്മാര് പറയൂല, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ അനുസരിക്കേണ്ട കാര്യമൊന്നുമല്ല. പിന്നെ ഉപ്പ എതിരാവോ? ചില സമയത്ത് ഉപ്പയും എതിരാവാം, അല്ലെ? ഏറ്റവും കൂടുതൽ ഇബ്ലീസ് വർക്ക് ചെയ്യുക ഫ്രണ്ട്സ് വഴിയാണ്, ചങ്ങാതിമാര് വഴിയാണ്. ചങ്ങാതിമാര് നന്നായാൽ, നല്ല ഫ്രണ്ട്സ് ഉള്ളവരൊക്കെ കൈപൊക്കി. നമ്മൾ ആഴുതുമില്ല പറഞ്ഞിട്ട് തന്നെ ഒന്നും തീരൂലല്ലോ. നല്ല ഫ്രണ്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? എല്ലാവർക്കും നല്ല ഫ്രണ്ട്സ് ഉണ്ടോ? മാഷാ അല്ലാ. ചീത്ത ഫ്രണ്ട്സ് ഉള്ളവർ കൈപൊക്ക്. ജാൻ, എനിക്ക് ചീത്ത ഫ്രണ്ട്സ് ഉണ്ടോ? പിന്നെന്താ, അവര് രണ്ടുണ്ട്. അവര് നല്ല ചീത്ത, ഫ്രണ്ട്സ് ഉണ്ട്, ചീത്ത ഫ്രണ്ട്സ് ഉണ്ട്. ആ ചീത്തയാണ് എന്ന് പറയാനുള്ള കാരണം പറഞ്ഞ, അവരുടെ ചീത്ത സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? ചീത്ത സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലാത്ത സമയത്തിനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയും. കുറ്റം പറയല് മാത്രമാണോ ചീത്ത സ്വഭാവം? അല്ല, പിന്നെ വേറെന്താ? പിന്നെ ഞാൻ വല്ല നല്ല കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ ചെയ്യണ്ട, വേറെ ചെയ്യണ്ടെന്ന്. വല്ല ആ, ഈ ചീത്ത ഫ്രണ്ട്സിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, നമ്മൾ വല്ല നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ നിൽക്കുക എന്നുള്ളതും ചീത്ത ഫ്രണ്ടിന്റെയും ഒരു സ്വഭാവമാണ്. ഇന്നലെ നമ്മൾ ഹംദാൻ എന്ന് പറഞ്ഞ ഒരു കുട്ടീനെ പറ്റി ഡെമോ ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഹംദാനെ പറ്റി പറഞ്ഞത് ഡെമോ ആയിട്ട്, അല്ലെ? അതുപോലെ ഇന്ന് നമുക്ക് വേറൊരു കുട്ടീനെ വേണം. ആരാ? കുറെ പേര് കൈവക്കുന്നുണ്ട്. ഇന്നാരെ എടുക്കുക? പക്ഷെ ഇന്നൊരു ചീത്ത റോളാ, നല്ല റോളിലല്ല ഉള്ളത്. ചീത്ത കുട്ടിയാവാനാണ്. റാസിനാക്കണോ? ചീത്ത കുട്ടിയുടെ റോളാ വേണോ? നിന്റെ ഉപ്പ നാട്ടിലാണോ ഗൾഫിലാണോ? ഗൾഫില്. ആ, അപ്പൊ നീ തന്നെ മതി. അടിപൊളി. ഓക്കെ, റാസിന്റെ കഥയാ പറയാൻ പോകുന്നത്. ഓക്കെ, എല്ലാരും കേട്ടോ? അവന്റെ വാപ്പ ഗൾഫിലാണ്. റാസി എന്നുള്ള കുട്ടി വളരെ പാവപ്പെട്ട ഒരു വീട്ടിലെ കുട്ടി ആയിരുന്നു. ഓക്കെ, അവന്റെ വീട്ടില് പിന്നെ ചെറിയൊരു കുഞ്ഞു വീടാണ്. ആ വീട്ടില് പിന്നെ ഓലപ്പുരയാണ്. അവിടെ ഒന്നും കഴിക്കാനൊന്നുമില്ല, കഷ്ടപ്പാടാണ്, തിന്നാനില്ല, ഒരു പെരുന്നാക്ക് പോലും ഒരു ഡ്രസ്സ് എടുക്കലില്ല, ചെരുപ്പൊക്കെ പൊട്ടിയ ചെരുപ്പൊക്കെ തുന്നി കൂട്ടി അങ്ങനൊക്കെ ഒരു ജീവിക്കുന്ന ആൾക്കാരാണ് റാസി. ഓക്കെ, റാസി എവിടെ? ഇത് ഇമാജിനറി സ്റ്റോറിയാണ് കേട്ടോ, റിയൽ അല്ല, ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരിക്കല് റാസിന്റെ വാപ്പയും ഇങ്ങനെ ഡിസ്കസ് ചെയ്തു, റാസിനെ നോക്ക്, കണ്ടില്ലേ അവന്റെ ശരീരമൊക്കെ, ഒന്നും തിന്നാനും കിട്ടാതെ അവനാകെ മെലിഞ്ഞൊട്ടി, ഒന്നും എപ്പോഴും അസുഖങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അവസ്ഥയാണല്ലോ, നമുക്ക് കടവും ബുദ്ധിമുട്ടുകളൊക്കെയാണ്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം, ഞാൻ ഗൾഫിലേക്ക് പോവാണ്. റാസിന്റെ വാപ്പ ഉമ്മനോട് പറയാണ്, ഞാൻ ഇനി ഗൾഫിലേക്ക് പോവാണ്, എന്നിട്ട് ഞാൻ അധ്വാനിച്ചിട്ട് നല്ല ശമ്പളമൊക്കെ ആയിട്ട് നമുക്കൊരു വീട് ഉണ്ടാക്കണം, അതുകൊണ്ട് ഞാൻ പോവാന്നാണ്. അപ്പൊ റാസിന്റെ വയസ്സ് അവൻ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സംഭവം കേട്ടോ, 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ. അപ്പൊ അവന്റെ വാപ്പ ഗൾഫിൽ പോയി. ഗൾഫിൽ എത്തിയപ്പോ ഒരു സംഭവം ഉണ്ടായി. ആദ്യമൊന്നും ജോലിയൊക്കെ വളരെ ചെറിയ ചെറിയ ജോലികളാണ്. ഈ ഗ്യാസ് സിലിണ്ടർ ഒക്കെ ഉണ്ടല്ലോ, ഗ്യാസ് സിലിണ്ടർ ഒക്കെ വലിയ വലിയ ഫ്ലാറ്റിന്റെ മേലെ റൂമിലേക്ക് എത്തിച്ചു കൊടുക്കുക, നല്ല ഭാരപ്പെട്ട ജോലികളാണ് ആദ്യമൊക്കെ കിട്ടിയ റാസിന്റെ വാപ്പക്ക്. പിന്നെ 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 നല്ല ജോലിയിൽ ഇങ്ങനെ എത്തിയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, പാസ്പോർട്ട് മിസ്സായി പോയി ഗൾഫിൽ വെച്ചിട്ട്. അപ്പൊ എന്താ പ്രശ്നം? തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ തിരിച്ചു വരിക എന്നുള്ളത്. അങ്ങനെ വർഷം 1 കഴിഞ്ഞു, റാസി 6ാം ക്ലാസ് ആയി, 7ാം ക്ലാസ് ആയി, 8ആയി. ഇപ്പൊ എത്രയും റാസി എവിടെ? അവന് കാണില്ലല്ലോ, പോയോ? റാസി എവിടെ? വീഡിയോ ഓൺ ചെയ്ത്. നീ ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 6ാം ക്ലാസ്സിൽ. ഓക്കെ, എന്നാ ഇനി ഫ്യൂച്ചറിലേക്ക് പോവാണ് കേട്ടോ. 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ് റാസി ഇനിയുള്ള കാര്യങ്ങൾ ഫ്യൂച്ചറാണ് പറയാൻ പോകുന്നത്, പാസ്റ്റ് അല്ലേ. അപ്പൊ റാസി ഒരു 9th സ്റ്റാൻഡേർഡ് എത്തി. ഓക്കെ, 9th എത്തിയപ്പോഴത്തേക്കും അവന്റെ ഉപ്പക്ക് നല്ല ജോലിയായി. നാട്ടിലേക്ക് വരാൻ പറ്റിയില്ല, പക്ഷെ നല്ല ജോലിയായി, നല്ല ശമ്പളമായി. അവന്റെ ഉമ്മക്ക് ക്യാഷ് ഒക്കെ അയച്ചു കൊടുത്തു. അവരവസാനം നല്ലൊരു ടൗണിൽ തന്നെ നല്ല വലുപ്പത്തിലൊരു വീടൊക്കെ എടുത്ത്, നല്ല അടിപൊളി മതിലും നല്ല വീടും ഒക്കെ ഉണ്ടാക്കി, നല്ല കാറൊക്കെ വാങ്ങി, ഒരു ബൈക്ക് വാങ്ങി, ഒക്കെ സെറ്റപ്പ് ആയി. റൈറ്റ്? അങ്ങനെയുള്ള സമയത്ത് റാസി 9th ആയില്ലേ, ആരാണ് പിന്നെ ഉപ്പ അയക്കുന്ന ക്യാഷ് ഉമ്മാക്ക് കൊണ്ടുകൊടുക്കുക? ATM പോയിട്ട് റാസി. ഓക്കെ, റാസി എന്താ ചെയ്യുക? ATM ക്യാഷ് എന്ത് ചെയ്യും?
എടുക്കുമ്പോൾ കുറച്ച് അവൻ എന്ത് ചെയ്യും, പോക്കറ്റിലാക്കും. വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയാൽ കള്ള ബില്ല് ഉണ്ടാക്കിയിട്ട് പൈസ ഒക്കെ അവൻ എടുത്തു വെക്കും. എന്തിനാണ് അവൻ എടുക്കുന്നത് പൈസ? എന്തിനാ അവന് 9ാം ക്ലാസ് പഠിക്കുന്ന റാജിക്ക് എന്തിനാണ് പൈസ? ആരാ പറയാ? ആ ഓൻ ഫ്രീ ഫയറിൽ ടോപ്പപ്പ് ചെയ്യും. അവന് ഗെയിമിനോടൊന്നും ഒരു താല്പര്യമില്ല. റാജി പറയണത് എന്താ വെച്ചാൽ അതൊക്കെ തലയിൽ ഓളമില്ലാത്ത ആൾക്കാർ അങ്ങനത്തെ കളിയൊക്കെ കളിച്ച് നടക്കുക, എനിക്ക് അതിലൊന്നും താല്പര്യമില്ല എന്നാണ് റാജി പറയാ. ഓനെന്തിനാ പൈസ? മുനീബിന് കുറച്ചായിട്ട് ഡ്രഗിലൊന്നും അവൻ എത്തിയില്ല. അവൻ അത്ര മോശക്കാരനൊന്നും അല്ല. ഓനക്ക് എന്തിനാണ് പൈസ? നാസിൻ, ചെക്കന്മാരൊപ്പം പുറത്തു പോയി കഴിക്കാന്. ചെക്കന്മാരൊപ്പം പോയിട്ട് ചിക്കൻ ബ്രോസ്റ്റ് തീറ്റയാണ് മൂപ്പര മെയിൻ കലാപരിപാടി. തെറ്റായൊന്നുമില്ല, നല്ല കാര്യമല്ലേ തിന്നാന്നുള്ളത്. ഖുർആനിലും പറഞ്ഞിട്ടുണ്ട് കുലു അഷ്റബു ഹലാലൻ തൊയ്യബ, നിങ്ങൾ നല്ല ഫുഡ് തിന്നണം. ഖുർആനിൽ പറഞ്ഞതാ തൊയ്യബായിട്ടുള്ള അടിപൊളി ഫുഡ് തിന്നോ, ഹലാലാവണം തൊയ്യബ് ആവണം. ഹലാല് പറഞ്ഞാൽ എന്താ? ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ് അനുവദിച്ചതേ തിന്നാൻ പാടുള്ളൂ. തിന്നരുത്. പന്നിയിറച്ചി തിന്നാൻ പാടില്ല, പോത്തിറച്ചി തിന്നാ അല്ലെ? പോത്തിറച്ചി തിന്നോ, എത്രയും തിന്നോ, മട്ടണോ ബീഫോ ചിക്കനോ ഒക്കെ ബ്രോസ്റ്റോ എന്താ വേണ്ടത് നിങ്ങൾ തിന്നോളൂ, നല്ലോണം തിന്നോളൂ. അതന്നെ ഖുർആനിലും പറഞ്ഞു തിന്നോളൂ. പക്ഷെ അത് ഹലാലാവണം, തൊയ്യബ് ആവണം. ചിലതൊന്നും തൊയ്യബല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അൽഫാമൊക്കെ കരിഞ്ഞ അൽഫാമൊക്കെ തിന്ന വലിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്ന പല കാരണങ്ങളും ഉണ്ടല്ലേ. ഓവറായാലൊന്നും തൊയ്യബല്ല, അധികമായാൽ അമൃതം. പക്ഷെ അത് വേറെ വിഷയമാണ്. ഇതുപോലെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷാല്ല മറ്റൊരു ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് റാജിയുടെ മെയിൻ ഹോബി. പക്ഷെ ബാപ്പന്റെ പൈസ കട്ടെടുത്തിട്ടാണ് തിന്നുന്നത്. മാത്രമല്ല റാജി അങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയോടുകൂടി ഒരുപാട് ഫ്രണ്ട്സ് അവനുണ്ടായി. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം എന്താണ് ഹന്താൻ? ഓൻ എല്ലാവർക്കും ട്രീറ്റ് ഒക്കെ കൊടുത്തിട്ടോ എല്ലാരും അതന്നെ ഫുഡ് ഉണ്ടടാന്ന് പറഞ്ഞാൽ എല്ലാരും വിളിച്ചാൽ എല്ലാ കുട്ടികളും കൂടെ ഉണ്ടാവുമല്ലോ. നിങ്ങൾ കൊടുക്കാറുണ്ടോ? നിങ്ങളെ ഫ്രണ്ട്സിന് മിഠായി കൊടുക്കലുണ്ടോ? നിങ്ങളെ ഫ്രണ്ട്സിന് നിങ്ങൾ മിഠായി കൊടുക്കാൻ തുടങ്ങിയാൽ അവർക്ക് നിങ്ങളുടെ ഫാനാവും, നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരിക്കും. മിഠായി കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിഠായി വാങ്ങിക്കൊടുക്കുക, ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുക, അപ്പൊ നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുപോലെ റാസിയെയും ഈ അവന്റെ ഫ്രണ്ട്സിനൊക്കെ വലിയ ഇഷ്ടമായി. ഓക്കെ, അങ്ങനെ ചില ഫ്രണ്ട്സ് ചീത്ത ഫ്രണ്ട്സ് അവനുണ്ടാവാൻ തുടങ്ങി. ഓക്കെ, അതോടുകൂടി അവന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ്, എടാ നിന്റെ വീട്ടിൽ നിന്റെ ഒരു ബൈക്കില്ലേ, വാപ്പന്റെ ബൈക്ക്, അത് നീ ഇങ്ങെടുത്തോ. അപ്പൊ റാജി പറഞ്ഞു എനിക്ക് ലൈസൻസ് ഒന്നുമില്ല. അത് വിഷയമല്ല, ഞങ്ങൾക്ക് ഓടിക്കാൻ അറിയാം, എന്നെ ഞങ്ങൾ പഠിപ്പിച്ചതരാം, നീ ഒന്ന് എങ്ങനെയെങ്കിലും ഒപ്പിക്കുന്നു പറഞ്ഞു. ഈ റാജി ചിക്കനും പിന്നെ ഈ ബ്രോസ്റ്റും ഇതൊക്കെ കഴിച്ച് ലാസ്റ്റ് അവൻ ഇങ്ങനെ തടിച്ച് ശരീരമൊക്കെ വലുതായി. കുറച്ച് ഫ്രണ്ട്സ് അവനോട് പറഞ്ഞു ജിമ്മിന് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ജിമ്മിന് പോയി ബോഡി ബിൽഡിങ്ങിനൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ അവസാനം എന്താ സംഭവിച്ചെന്നറിയോ? അവന് ഈ മറ്റേ പഴയ ഫ്രണ്ട്സിനൊക്കെ ഒഴിവാക്കി പുതിയ കുറെ ഫ്രണ്ട്സ്, അതും ഹൈസ്കൂളിലും പിന്നെ പ്ലസ് ടുവിലും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന ഫ്രണ്ട്സ് ഇവന്റെ ഫ്രണ്ട്സ് ആവാൻ തുടങ്ങി. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു? ഇവന്റെ ബൈക്കില് കറങ്ങാനൊക്കെ തുടങ്ങി. പല സ്ഥലത്തും ഇവര് ദൂരെ യാത്രയൊക്കെ പോകാൻ തുടങ്ങി, ട്രിപ്പ് പോകാനൊക്കെ തുടങ്ങി. പൈസ ഒക്കെ ആരെടുക്കുക? റാജിന്റെ ധാരാളം പൈസ ഉണ്ട്. ഇവന് സ്കൂളിൽ പഠനത്തിൽ നിന്നൊക്കെ നല്ല മാറി, ഇടയ്ക്കൊക്കെ സ്കൂളിൽ കട്ട് ചെയ്ത് പോകാൻ തുടങ്ങി. സ്കൂളിൽ എന്ന് പറഞ്ഞ് പോവും, മറ്റേ സ്കൂളിൽ പോവില്ല. ഉമ്മക്ക് ഇവന്റെ കളികളൊക്കെ അറിയാം. റാജിന്റെ വീട്ടിൽ പിന്നെ ആരൊക്കെ ഉള്ളത്? എവിടെ റാജി? എവിടെ റാജി? പോയോ? എന്റെ വീട്ടിൽ വേറെ ആരാ ഉള്ളത്? സിബ്ലിങ്സ്? ഉമ്മ, അനിയത്തി. അനിയത്തിക്കും കാര്യങ്ങളൊക്കെ പിടികിട്ടി, റാജിന്റെ പോക്ക് ശരിയില്ല എന്ന്. ഓക്കെ, ഉമ്മാനോട് പോയി പറഞ്ഞു കൊടുത്ത് കാക്കന്റെ പോക്ക് ശരിയില്ല, കാക്കനെ ഇപ്പോ വേറൊരു സ്ഥലത്ത് സിനിമാ തിയേറ്ററിന്റെ അടുത്ത് നിന്ന് കണ്ട ആൾക്കാരൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ന്യൂസ് ഒക്കെ കിട്ടാൻ തുടങ്ങി. അങ്ങനെ അവസാനം എന്താ സംഭവിച്ചത്? ഒരു ദിവസം പിന്നെ അവന്റെ ഉപ്പ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഓക്കെ, വർഷങ്ങൾക്ക് ശേഷം ഉപ്പ ഉമ്മാനോട് ചോദിക്കും മോനെവിടെ, മോനെ നിസ്കരിക്കലുണ്ടോ? നല്ല കുട്ടിയാ. ഉമ്മ എപ്പോഴും നല്ല കുട്ടിയാന്നേ പറയുള്ളൂ. ഓക്കെ, പക്ഷെ ഉമ്മാക്ക് കാര്യങ്ങൾ അറിയാം. ഉപ്പാനെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചൊന്നും പറയാതെ നിന്നതാ. അങ്ങനെ അവസാനം എന്താ സംഭവിച്ചത്? ആരാ പറയാ? എന്ത് ഉണ്ടായത് പിന്നെ? ഷെഹ്നൂന് ഓന്റെ ഉമ്മ കള്ളത്രം പറയും. കള്ളത്തരം പറഞ്ഞ് അവന്, കാരണം ഉമ്മാക്ക് അവനെ പേടിയാ. എന്താ കാരണം അറിയോ? ഇവന് ഭയങ്കര ചൂടനാ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഉടയ്ക്കുക, വലിച്ചെറിയൊക്കെ ചെയ്യും. അപ്പോ അതുകൊണ്ട് തന്നെ ഓന്റെ ഉമ്മാക്ക് വരെ അവനെ പേടിയാണ്. അപ്പൊ പിന്നെ ഓന്റെ ഉപ്പ വരാൻ പോവാണ്.
ഉപ്പ വരാൻ പോവാന്ന് കേട്ട ഉടനെ തന്നെ ആർക്ക് പേടി തുടങ്ങി? ഉമ്മാക്ക് പേടി തുടങ്ങി. കാരണം ഉപ്പ വന്നാൽ ഉപ്പ ഇതിനായിട്ടും സ്ട്രോങ് ആണ്, ഭയങ്കര ദേഷ്യക്കാരനുമാണ്. മാത്രമല്ല നിങ്ങൾക്ക് അറിയാലോ, കഷ്ടപ്പാടിന്റെ ഇടയിൽ ഗൾഫിൽ പോയതാണ്. അവിടെ പോയിട്ട് ഉപ്പ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസയൊക്കെയാണ്. അപ്പൊ ഇതാണ് ഇവിടെ റാസി പുട്ടടിക്കുന്നത് അല്ലേ? ഒരു കാരണം പൈസന്റെ വില മനസ്സിലാവില്ലല്ലോ. വാപ്പന്റെ പൈസ എങ്ങനെ എടുക്കുമ്പോൾ, സ്വന്തം അധ്വാനിച്ചിട്ട് ആ പൈസ എടുക്കുമ്പോഴാണല്ലോ നമുക്ക് അതിന്റെ വില മനസ്സിലാവുക. അങ്ങനെ ഉപ്പ തിരിച്ചു വന്ന് അന്ന് ഒരു രാത്രിയാണ് വന്നത്. അന്ന് എയർപോർട്ടിൽ റാസി വന്നോ? ഹലോ, പോയോ? ആരാ പറയാ? റാസി പോയോ? ആതിഫെ പോയോ? അല്ല, പോയില്ല. അന്ന് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പിന്നെ കൊടൈക്കനാലിൽ ടൂർ പോയതാണ്. മനസ്സിലായില്ലേ? ഫ്രണ്ട്സിന്റെ കൂടെ ടൂർ പോയതാണ്. അന്നത്തെ ദിവസം പോലും ടൂറിലാണ്. അപ്പൊ ഇങ്ങനെ കറക്കം തന്നെയാണ് പരിപാടി. മാത്രമല്ല കുറച്ച് അവന് ചീത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. എന്തൊക്കെയാ ചീത്ത കാര്യങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ കൂടിയിട്ട് പറഞ്ഞ്? ജൗഹർ പറഞ്ഞേ, എന്തായിരിക്കും ചീത്ത കാര്യം? ഡ്രഗ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. ആളൊക്കെ കിക്കിലാണ് നടക്കുന്നത് അല്ലെ? അത്യാവശ്യം കള്ളൊക്കെ കുടിക്കാൻ തുടങ്ങി. മാത്രമല്ല ചിക്കനും മട്ടനും, വേറൊരു ജീവിതം. അവന് പള്ളിയായിട്ട് ബന്ധമില്ല. സ്കൂളിൽ പോക്കൊക്കെ വല്ലപ്പോഴും സ്കൂളിൽ പോകും. സ്കൂളിൽ പോയാൽ തന്നെ സ്കൂളിൽ അടിപിടി ഉണ്ടാക്കും. ഒരു ഗുണ്ടാന്നൊക്കെ പറഞ്ഞ രീതിയിലേക്ക് ആള് മാറിപ്പോയി. വീട്ടിൽ തന്നെ വരിക 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ്. വന്നിട്ട് ഡ്രസ്സ് മാറ്റി കുടിച്ച് അങ്ങ് പോകും. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് മാസങ്ങളോളായി. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് റാസി മാറി. അപ്പോഴാണ് ഉപ്പ വീട്ടിലേക്ക് എത്തുന്നത്. ഉപ്പ രാത്രി വീട്ടിലെത്തിയിട്ട് ആദ്യം ചോദിക്കണ ആരെയാ? എന്റെ പൊന്നാര റാസി മോൻ എവിടെ അല്ലെ? അങ്ങനെ ചോദിക്കും, റാസി മോൻ എവിടെ? അപ്പൊ റാസി മോനൊന്നും അല്ല, ഇപ്പോ മോനൊക്കെ അതിലോ പോയിട്ടുണ്ട്. ഉമ്മ കാര്യങ്ങൾ മെല്ലെ മെല്ലെ പേടിച്ചോണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ സൂചനകളൊക്കെ പറഞ്ഞു. മോനും ഇവിടെ ഒരു ട്രിപ്പ് പോയ, അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ട്രിപ്പ് പോയി ഒറ്റക്കോ. അപ്പൊ ഉപ്പാന്റെ കണ്ണിൽ അവൻ ചെറിയ കുട്ടിയാണല്ലോ. അങ്ങനെ പള്ളിയിൽ പോയി, മഗ്‌രിബിന് പള്ളിയിൽ പോയി. അങ്ങനെ പള്ളിയിൽ അവിടെയുള്ള ഇമാമിന്റെ അടുത്ത് പോയിട്ട്, ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാൻ ഈ വീട്ടിലായിരുന്നു, ഞാൻ 3-4 കൊല്ലം ഗൾഫിലായി, ഇങ്ങനെ കുടുങ്ങിപ്പോയതാണ്, ഇപ്പൊ നാട്ടിൽ വന്നു, അൽഹംദുലില്ലാഹ്. എന്റെ മോൻ ഇവിടെ പള്ളിയിലൊക്കെ വരില്ലേ ചോദിച്ചു. ഏത് മോൻ? അവിടെ ഒരു മോൻ ഉണ്ടോന്ന് ചോദിച്ചു. അല്ലെ? അങ്ങനെ ഒരാളെ പറ്റി ഇവിടെ അറിയ പോലുമില്ല, പള്ളിയിലെ ഇമാമ അറിയ പോലുമില്ല. അപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം പിന്നെ ഫ്രണ്ട്സിനൊക്കെ കണ്ട്, ഉപ്പ ഫ്രണ്ട്സിനൊക്കെ കണ്ട ഫ്രണ്ട്സ് പറഞ്ഞു, എന്റെ മോന്റെ കാര്യം കഷ്ടമാണ്, മോനെ ഒന്ന് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രാത്രിയായി. രാത്രി 8 മണി, 9 മണി, 10 മണി, 11 മണിയൊക്കെ ആവുമ്പോണ്ട് ആര് വരുന്നത്? റാസി ഇങ്ങനെ വരുന്നത്. അത് ആ ബൈക്കുമേല്. ബാപ്പക്ക് ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ ഇങ്ങോട്ട് എരച്ച് കേറിയില്ലേ. അങ്ങനെ ബൈക്കിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് അസ്സലാമു അലൈക്കും അവൻ പറയാ. എന്ത് സലാം മോനെ ആ പകുതി കിക്കിലൊക്കെ ഉള്ളത് അല്ലെ? അപ്പൊ അവനോട് ആ കിക്കിലാണ് എന്തോ കള്ളു കുടിച്ച പോലെയൊക്കെ തോന്നിയപ്പോ എന്ത് പറഞ്ഞ്, എടാ നീ കുളിച്ചിട്ട് വാടാന്ന് പറഞ്ഞു. അങ്ങനെ കുളിച്ചിട്ട് വന്ന്. അല്ല, കുളിച്ചിട്ടില്ല. കുളിക്കാൻ പറഞ്ഞവൻ കുളിക്കണില്ല. അവൻ പറഞ്ഞു, എനിക്ക് കിടക്കണം, ടയർഡാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നേരെ റൂമിൽ പോയിട്ട് വാതിലടക്കാൻ നോക്കുകയാണ്. അപ്പൊ വാതിലടക്കാൻ അപ്പൊ സമ്മതിച്ചില്ല, അവർ തുറക്കുന്ന പറഞ്ഞു. എന്നിട്ട് പിന്നെ നോക്കുമ്പോ അവനെ ഈ ഒരു ഉറക്കത്തിന്റെ ഒരു ഇതിലാണ് ഉള്ളത്. അവനെ പറഞ്ഞു, നീ കുളിച്ചിട്ട് പാടാന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ എന്ത് ചെയ്ത്, കുളിക്കാൻ വേണ്ടി ഡ്രസ്സ് മാറ്റി ഇങ്ങനെ നിൽക്കുകയാണ്, കുളിക്കാൻ പോവാൻ നിൽക്കുകയാണ്. അപ്പോ ഓനോട് പിന്നെ കുളിച്ച് മാറ്റി വന്നപ്പോ അവനോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു ബാപ്പന്റെ കൂടെ. അപ്പൊ ഇതുവരെ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. മോൻ വന്ന് വരുന്നത് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്നപ്പോ മോന് എനിക്ക് വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. നീ പുറത്തുനിന്ന് കഴിക്കേ? അപ്പൊ ഞാൻ എന്നെ പറ്റി കേട്ടതൊക്കെ ശരിയാണോ? നീ ഇവിടുന്ന് ഭക്ഷണം കഴിക്കലില്ലേ? നീ പള്ളിയിൽ പോകലില്ലേ? അങ്ങനെ 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 കുറെ കാരണം പറഞ്ഞപ്പോ ഈ മോന് ദേഷ്യം വന്നു. ബാപ്പനെ ഇങ്ങോട്ട് പറഞ്ഞു, എന്താ പറഞ്ഞു, ഇത്രയും കാലം 10-15 വയസ്സ് വരെ ഈ ബാപ്പന്റെ പിന്നെ പൈസയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവന് ജീവിച്ചത്. എന്നിട്ട് ആ വാപ്പക്കെതിരെ പറയാ, എന്താ വാപ്പയൊന്ന് ചടപ്പിക്കാതെ ഒന്ന് പോ, എനിക്ക് ഉറങ്ങണം, നാളെ പറയാന്ന്. അതില് വാപ്പക്ക് ദേഷ്യം വന്നു. വാപ്പ നേരെ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി. വീട്ടിന്റെ പുറകില് പേരക്കമരം കണ്ടിട്ടുണ്ടോ? പേരക്കമരത്തിന്റെ ഒരു നല്ലൊരു വലിയ വടി എടുത്തിട്ട്, ഇത്ര വണ്ണുള്ള ഒരു വടി എടുത്തിട്ട് തിരിച്ചു വന്ന് റൂം അടിച്ച് ഓനെ റൂമിലിട്ടിട്ട് അടിച്ചിട്ട് വാതിൽ ലോക്ക് ചെയ്ത് ചാവി ഉപ്പ പോക്കറ്റിലിട്ട് ഗൾഫിൽ നിന്ന് വന്ന അന്ന് രാത്രിയാ. എന്നിട്ട് നോൺ സ്റ്റോപ്പ് അടിയാണ്.
ഓരോ കാര്യം പറയാ, നീ പള്ളി പോലെ അല്ലേ, അങ്ങനെ അടിയോടടി, എനിക്ക് കരച്ചിലോട് കരച്ചില്, ബ്ലഡൊക്കെ വരുന്നുണ്ട്, കാലുമെന്നും കൈമെന്നൊക്കെ ബ്ലഡൊക്കെ ഇങ്ങനെ മുറി വന്നിട്ട് ചോര പാട് വന്നിട്ടുണ്ട്. അടിയോടടിയാണ്, അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ലാസ്റ്റ് അയൽവാസികളൊക്കെ വന്ന് ഡോറൊക്കെ ചവിട്ടി പൊളിക്കുന്ന അവസ്ഥ എത്തിയപ്പം അടി നിർത്തിയോ. അത്രയും ദേഷ്യമായിരുന്നു. കാരണം വാപ്പ 3-4 കൊല്ലം ഗൾഫില് എന്താ പറയാ ചോര നീരാക്കി അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു മോനാണ്, ആകെയുള്ള ഒരു ആൺകുട്ടിയാണ് ഇങ്ങനെയൊക്കെ ആയി പോയിട്ടുള്ളത് അല്ലെ. അപ്പൊ അടി കിട്ടി. ലാസ്റ്റ് പറഞ്ഞു, നാളെ സുബഹിന് പള്ളിയിൽ 1-ാമത്തെ സുഫിലില്ലേല് പിന്നെ നീ സൂര്യോദയം കാണൂല എന്ന് പറഞ്ഞു അല്ലെ. ഇനി നീ സൂര്യൻ ഉദിക്കുന്ന നീ കാണൂല, എന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകുന്ന പറഞ്ഞു. ഓക്കെ, അതോടുകൂടി എന്തായി, റാസി പിറ്റേന്ന് മുതൽ നന്നായി. ആദ്യത്തെ ഒരു മാസമൊക്കെ റാസി പിന്നെ വെറുതെ പക്ക് വേണ്ടിയാണ് നിസ്കരിക്കാനൊക്കെ പോയതെങ്കിലും പിന്നീട് ഇങ്ങനെ ഗ്രാജുവലി ശരിയായി വന്ന് 2-3 മാസം കൊണ്ട് അവന് ശരിയായി. അവൻ്റെ ഉപ്പ പിന്നീട് ഗൾഫിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഈ കഥ റാസിയുടെ റിയൽ സ്റ്റോറി അല്ല. റാസി ഇതിൽ നിന്ന് എന്ത് പാടാൻ നമുക്ക് മനസ്സിലാവുക? ചീത്ത കൂട്ടുകെട്ട് പാടില്ല. ഒന്ന്, ചീത്ത ഫ്രണ്ട്സ് തന്നെയാണ് നമ്മൾ വലിയൊരു തെറ്റുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മുടെ ഫ്രണ്ട്സാണ്. നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നല്ല സ്വഭാവം ഉണ്ടാവും. നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടോ, നിങ്ങൾക്ക് നല്ല സ്വഭാവമായിരിക്കും. നിങ്ങളെ വീട്ടിൽ ഉമ്മാനോട് ചൂടാവലുണ്ടോ, നിങ്ങളെ ഫ്രണ്ട്സും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ. നല്ല ഫ്രണ്ട്സിന്റെ മക്കളൊക്കെ നല്ല നല്ല സ്വഭാവമുള്ളവരായിരിക്കും. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട അല്ലെ, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്ന് പറയുന്നത് പോലെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ചങ്ങാതിയുടെ മതത്തിലാണ്. ചങ്ങാതിയുടെ മതം എന്ന് പറഞ്ഞാൽ എന്താ? ചങ്ങാതിയുടെ സ്വഭാവത്തിലാണ്. നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് ക്ലാസ്സിലെ? പേരറിയോ? ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരറിയാതിരിക്കോ? ആ ഫ്രണ്ടിന്റെ സ്വഭാവം നല്ലതാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ബെസ്റ്റ് ഫ്രണ്ടിന്റെ സ്വഭാവം മോശമാണെങ്കിൽ നിങ്ങൾ പെട്ട്, അല്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ട് അല്ലെ. അപ്പൊ ആ ഫ്രണ്ട്സ് നന്നാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് നല്ല ഫ്രണ്ട്സ് ആവുക എന്നുള്ളത് അല്ലെ. ഒരു കുട്ടി വലുതാവുന്നത് അവന്റെ നല്ല ഫ്രണ്ട്സിന്റെ കൂടെയാണെങ്കിൽ നല്ലതൊക്കെ അവന്റെ ഗുണങ്ങളുണ്ടാവും അല്ലെ. അവൻ പള്ളി പോണ കുട്ടിയായിരിക്കും, നിസ്കരിക്കാൻ പോണ കുട്ടിയായിരിക്കും, നല്ല സ്വഭാവമുള്ള കുട്ടിയായിരിക്കും, തെറി പറയാത്ത കുട്ടിയായിരിക്കും, ബാക്കിയുള്ള ഫ്രണ്ട്സിനെ മോശം ചീത്ത പേര് വിളിക്കാത്ത കുട്ടിയായിരിക്കും, ഉമ്മാക്കും ഉപ്പാക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുട്ടിയായിരിക്കും. ഉമ്മാക്കും ഉപ്പാക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കുട്ടി ആരാണ്? ഉമ്മാക്കും ഉപ്പാക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക 3 കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളെയാണ്. 3 കാര്യങ്ങൾ. ഒന്ന്, പറഞ്ഞാൽ ഓൺ സ്പോട്ടിൽ അനുസരിക്കുന്നവര്. കേൾക്കുന്നവരല്ല കേട്ടോ, അനുസരിക്കുന്നവർ. പറഞ്ഞാൽ കേൾക്കുന്നവരൊക്കെ കൈവക്ക്. പാരന്റ്സ് പറഞ്ഞാൽ കേൾക്കുന്നവർ കൈവക്ക്. നിങ്ങൾക്ക് ചെവിയില്ലേ കേൾക്കാൻ? കേൾക്കൂലേ? നിങ്ങൾ പൊട്ടനാ? നിങ്ങൾക്ക് പറഞ്ഞാൽ കേൾക്കൂലേ? ഞാൻ പറഞ്ഞാൽ കേൾക്കും. എല്ലാരും കേൾക്കും. കാരണം എന്താ? നിങ്ങൾക്ക് എന്തുണ്ട്? ചെവിയുണ്ട്. ചെവി ഉള്ളത് കൊണ്ട് നിങ്ങൾ കേൾക്കും. അതല്ല ചോദ്യം. പറഞ്ഞാൽ അനുസരിക്കുന്ന എത്ര പേരുണ്ട്? എല്ലാവരും അനുസരിക്കുന്നവരാണ്. ശരി, അനുസരിക്കുന്നവരെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നമ്പർ 1, സ്പോട്ടിൽ വിത്തിൻ സെക്കൻഡ് അനുസരിക്കുന്നവര്. ആരാ കൈപൊക്കി? പറഞ്ഞ അപ്പ തന്നെ ചെയ്യുന്നവര്. കൈപൊക്ക്. ആരാ പറഞ്ഞ അപ്പ തന്നെ ചെയ്യുന്നവര്? എടാ ഇഫ്താറിന്റെ ടൈമായി, വാ ഫുഡ് കഴിക്കാം. ഞാനിതെത്തി. വിളിച്ച് പറഞ്ഞ് കഴിഞ്ഞില്ല, അപ്പോഴത്തേക്ക് നമ്മൾ ടേബിളിൽ എത്തിയിട്ട് ഈത്തപ്പഴം എടുത്ത് കുരു കളഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട് അല്ലെ. ഇത്രയും പെട്ടെന്ന് ഓക്കെ ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോ, റൈറ്റ്? അതല്ല, മറ്റു കാര്യങ്ങളിൽ പറഞ്ഞാൽ ഉടനെ അനുസരിക്കുന്ന എത്ര പേരുണ്ട്? നോക്കൂ, പറഞ്ഞാൽ ഉടനെ അനുസരിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ, മുസ്ലിങ്ങൾ. ഉമ്മാനെ അനുസരിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തെ കാര്യം. ഉമ്മയാണ് ഏറ്റവും പ്രധാനം. ഉമ്മയാണ് സ്വർഗത്തിലേക്കുള്ള വാതിൽ. ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ കാലിന്റെ അടി പോലെ നമ്മൾ ജീവിച്ചേ നമുക്ക് സ്വർഗത്തിൽ എത്താൻ പറ്റുള്ളൂ. ഉമ്മ. ഇനി അനുസരിക്കുന്നവര് രണ്ടാമത് അനുസരിക്കുന്നത്, അതായത് ഒരിക്കൽ പറഞ്ഞാൽ കേൾക്കൂല, രണ്ടാമത് പറയുമ്പോ അത് കേൾക്കും. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. ചിലവരോട് 3-ാമതും ഒരുപാട് പിന്നാലെ കൂടിയാലേ കേൾക്കുള്ളൂ, അനുസരിക്കുള്ളൂ. കേൾക്കലല്ല, അനുസരിക്കൽ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പാരന്റ്സിനോട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? അവര് വെറുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്.
പാരൻസിനെ വെറുപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഞാൻ ഉദാഹരണമായിട്ട് പറയാം. നിങ്ങളെ പാരൻസിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പറഞ്ഞേ. നിങ്ങളെ പാരൻസിന് നിങ്ങളെ കൊണ്ട് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം. സൽമാൻ ക്വസ്റ്റ്യൻ മനസ്സിലായിനോ? ആൻസർ പറ. പഠിക്കാതിരിക്കുന്നതും പിന്നെ നിസ്കരിക്കാത്തതും പിന്നെ പറഞ്ഞ അനുസരിക്കാത്തതും. അതിൽ 3 പറഞ്ഞനുസരിക്കാത്തതിൽ തന്നെ 2 പെട്ട്, നിസ്കരിക്കാത്തതും പഠിക്കാത്തതും. 2 പറഞ്ഞാൽ അനുസരിക്കാത്തതുകൊണ്ടാണല്ലോ അത്, അല്ലേ? ഓക്കെ. പിന്നെ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി കിടക്കാൻ പിന്നെ ഓവറായിട്ട് ഡ്രസ്സ് യൂസ് ചെയ്യുകയും ചെയ്യും. ഓവറായിട്ട് ഇങ്ങനെ ഡ്രസ്സ് യൂസ് ചെയ്യാ? നീ ഇപ്പൊ 3-4 ഞാന് ഇന്ന് ഉച്ചക്കല്ല, ഞാൻ ഇപ്പൊ ഒന്ന് രാവിലെ ജുമക്ക് ഒരു ഡ്രസ്സ് ഇട്ടു വിചാരിച്ചോ. ഞാനിപ്പോ പള്ളിയിൽ പോവാൻ അടുത്ത്, പിന്നെ അത് ഇനി തറാവീക്ക് പോവാൻ ആ ഡ്രസ്സ് ഇടൂല, പുതിയ ഡ്രസ്സ് എടുത്തിടും. അങ്ങനെ രാവിലെ എണീച്ച് അതിനെക്കാട്ടി വേറൊരു പുതിയ ഡ്രസ്സ് ഇട്ടിടും. അത് കട്ടും വെച്ചിട്ടുണ്ടാവും, പിന്നെ അത് തൊടൂല. അതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അതിൽ വേറൊരു ഗുണമുണ്ട്. നീ ആ പറഞ്ഞ സിസ്റ്റമാറ്റിക് ആണെങ്കിൽ അതിൽ വേറൊരു ഗുണമുണ്ട്. എന്താ അറിയോ? നിനക്ക് 7 ഡ്രസ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ, സപ്പോസ്, അല്ലെ 10 ഡ്രസ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. നീ പറഞ്ഞ പോലെ നിനക്ക് ഒരു 2-3 ഒരേ ഡ്രസ്സ് 4-5 ഡ്രസ്സ് ഒരു ദിവസം തന്നെ ഇടാം. പക്ഷെ ആ ഇട്ട ഡ്രസ്സ് നീ എന്ത് ചെയ്യും? വാരി വലിച്ചിടും. പിന്നെ അത് യൂസ് ചെയ്യുന്നില്ല. അവിടെയാണ് ആ പ്രശ്നം. ഞാൻ മനസ്സിലാക്കണ അങ്ങനെയാണ്. അതായത് ഇഷാൻ ഇടുന്ന ഡ്രസ്സ്, ആ ഡ്രസ്സ് എന്ത് ചെയ്യരുത്, അത് അയൺ ചെയ്ത് എങ്ങനെയാണോ പിന്നെ ഹാങ്ങറിൽ വെച്ച് അതുപോലെ ഊരിട്ട് അങ്ങനെ തന്നെ വെക്കണം. നാളെ അത് പിന്നെ യൂസ് ചെയ്യണം. അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഇതെന്താ സംഭവിക്കണത്? നീ ഇങ്ങനെ എടുക്കുകയാണ്. ശരിക്കും ഇങ്ങനെ എടുക്കുന്ന ആളിന് ചെയ്യേണ്ട പണി പറഞ്ഞാൽ നിന്നെ കൊണ്ട് അലക്കാൻ നിന്നെ ഏൽപ്പിക്കണം. നിന്റെ ഡ്രസ്സിന്റെ ഒരു കാര്യവും ഞാൻ ഏൽക്കൂല എന്ന് ഉമ്മ കട്ടായം പറയണം. അതാണ് നിനക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല പണി, അല്ലെ? പാരന്റ്സ് ശരിക്ക് ജപ്പാന്, തായ്ലൻഡ്, ഇവിടെ ചൈന, ഇവിടെയൊക്കെയുള്ള കുട്ടികൾ ചെറുപ്പത്തിലേ എല്ലാം ചെയ്യണം. A to Z. അവരെ ഒരു കാര്യത്തിൽ പാരന്റ്സ് ഇൻവോൾവ് ആവില്ല. ഈവൻ കുക്കിംഗ് വരെ എല്ലാം ചെറുപ്പത്തിലേ പഠിപ്പിക്കും, കുഞ്ഞുനാൾ മുതൽ. ഇവിടെ തലയിൽ വെച്ച് നടക്കല്ലേ മക്കളെ. നീ അലക്കണ്ട, നീ കഴുകണ്ട, നീ പ്ലേറ്റ് എടുക്കണ്ട, നീ ഇതെടുക്കണ്ട, നീ പഠിച്ചാൽ മതി. എന്നിട്ട് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നില്ല. ഒന്നിനും പറ്റാതാവും, അല്ലെ? എല്ലാ പണിയും എടുപ്പിക്കണം. A to Z. പ്ലേറ്റ് കഴുകിപ്പിക്കണം, ഗ്ലാസ് കഴുകിപ്പിക്കണം, പിന്നെ എല്ലാം, ഡ്രസ്സ് അലക്കുക, എല്ലാം. എന്തേ ആരുടെ മൂക്ക് വാടിപ്പോയത്? ചെയ്യുന്നവരൊക്കെ ഒന്ന് പറഞ്ഞേ. എന്തെങ്കിലും ഒരു കാര്യം സ്ഥിരമായിട്ട് ചെയ്യുന്നവര്. എപ്പോഴെങ്കിലും ഒന്ന് അലക്കിയവരല്ല ചോദിക്കണം കേട്ടോ. എപ്പോഴെങ്കിലും ഒന്ന് പ്ലേറ്റ് കഴുകി വെച്ചവരല്ല. എപ്പോഴെങ്കിലും ഒരു ദിവസം പ്ലേറ്റ് വാഷ് ചെയ്ത് വെച്ചത്, അങ്ങനെയൊന്നുമല്ല. സ്ഥിരമായിട്ട് പ്ലേറ്റ് കഴുകി വെക്കുന്ന, തിന്ന പ്ലേറ്റ്, നമ്മൾ കഴിച്ച, നമ്മുടെ എച്ചില് നമ്മൾ തുപ്പിയ, നമ്മുടെ ഉച്ചിഷ്ടമുള്ള പ്ലേറ്റ് കഴുകി വെക്ക്. അത് നമ്മുടെ ഒരു മാനറാണ്. മിനിമം എല്ലാ ദിവസവും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്ക്. എല്ലാ ദിവസവും. ജാന് സത്യ പറയുന്ന, നീയാണോ നിന്റെ പ്ലേറ്റ് എന്നും കഴുകുന്ന? ഞാൻ തിന്ന പ്ലേറ്റ് ഞാൻ എന്നെ കഴുകി. ഗ്ലാസും പ്ലേറ്റും? ഓക്കെ, ഗുഡ്. വലിയ കാര്യമാണ്. ജാൻ എന്ന കുട്ടി ഇപ്പൊ ഈ ഗ്രൂപ്പിൽ ഇപ്പൊ 60 സ്റ്റുഡൻസ് 52 ആയി. ഈ മുഴുവൻ കുട്ടികൾ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിട്ട് ഇക്കാര്യത്തിൽ ജാൻ, ഇക്കാര്യത്തില് എല്ലാ കാര്യത്തിലുള്ള ജാൻ, ഈ കാര്യത്തില് ജാനാണ് നമ്പർ 1. പിന്നെ ആരാ ഉള്ളത്? സിയ ഫാത്തിമ ആണോ? സ്വന്തം പ്ലേറ്റ്. അപ്പൊ 2 പേരായി. പിന്നെ സീറണ്ടോ? 3 ആളായി. മാഷാ അല്ലാ. സൽമാനോ? ഞാൻ പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ കഴുകി വെക്കും സാർ. എന്നെങ്കിലും അല്ല, എന്നും? എന്നും. അയ്യോ, മാഷാ അല്ലാ. സാലിഫ്? സത്യമാണോ? സത്യം. അയ്യോ, ഗുഡ് ഗുഡ്. ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് അത്. ക്വാളിറ്റി ഉള്ള കുട്ടികൾ എന്നല്ല ഞാൻ പറയാം കേട്ടോ, പാരന്റ്സിന്റെ ക്വാളിറ്റിയാണ്. പാരന്റ്സ് ആണ് നന്നാവേണ്ടത്, നിങ്ങളല്ല. നിങ്ങൾ അവർ പഠിപ്പിക്കണം. ചുട്ടയിലെ ശീലം ചുടല വരെ, ചെറുപ്പത്തിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. വരിക, തിന്നുക, എണീറ്റ് പോവുക. എന്താ ഇപ്പത് കഥ, അല്ലെ? പാരന്റിന്റെ കാര്യം ആലോചിച്ചേക്ക. ഉമ്മ എത്ര
എത്ര സമയമാണ് ഒരു ചോറും കറിയും വെക്കണമെങ്കിൽ എത്ര സമയം കുക്ക് ചെയ്യണത്, എത്ര നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, പ്ലേറ്റ് കൊണ്ടുവച്ച് ഗ്ലാസ് അങ്ങോട്ട് കൊണ്ടുവച്ച് ജഗ് അങ്ങോട്ട് വെച്ച് വെള്ളം അങ്ങോട്ട് വെച്ച് അരി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് പച്ചക്കറി എടുത്തുകൊണ്ട് വന്ന് അത് എരിഞ്ഞിട്ട് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് വന്ന് ഗ്യാസ് ഓണാക്കി ഓഫാക്കി അതാക്കി ഇതാക്കി നടന്ന് ഇതൊക്കെ അവിടെ വേവിച്ച് സാധനം വെച്ച് വെള്ളം വെച്ച് മോനെ വിളിച്ചാലും ഉണ്ടാവും രണ്ട് കാലുമ്പലും അല്ലെ ഓളുണ്ടാവും രണ്ട് കൈയും കാലും കയറ്റി വെച്ചിട്ട് ടിവിയും കണ്ട് റിമോട്ടും പിടിച്ചിരിക്കണം. എന്നിട്ട് ഫുഡ് കഴിക്കാൻ വിളിച്ചാൽ പോലും വരൂല. ഫുഡ് കഴിച്ചാൽ ഫുഡ് ഇത്രയും ടൈം എടുത്ത് ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിക്കാൻ വിളിച്ചാൽ വരാത്ത മക്കളുണ്ട്. ഉണ്ടവിടെ? ഉണ്ടോ? ആ സ്വഭാവമൊക്കെ ഉള്ളവരുണ്ടോ? നല്ല തന്താരില്ലാത്ത പ്രശ്നമാണ് അല്ലെ? നല്ല തന്താര് വേണം. നല്ല തന്തക്ക് പെറുക്കാന്ന് കിട്ടില്ല നിങ്ങള്. എന്താ അറിയോ, അങ്ങനെ വിളിച്ചിട്ട് വരാത്ത ഒരു കുട്ടിക്ക് ഒരു ദിവസം ഒന്ന് കൊടുത്താൽ മതി. അത് പിന്നെ എപ്പോഴും ഓൻ മരിക്കണ വരെ ഓർമ്മ ഉണ്ടാവും അല്ലെ? ഫുഡ് കഴിക്കാൻ പാടാ പറയുമ്പോ അടി കണ്ട് ഓർക്കും, എപ്പോ വരും, വേഗം വരും അല്ലെ? കാരണം ഇങ്ങനത്തെ കാര്യത്തിൽ ഇതൊക്കെ ആരെയാ വിളിക്കുന്ന ഫുഡ് കഴിക്കാൻ? ആർക്ക് വേണ്ടിയാ ഫുഡ് കഴിക്കുന്നത്? അല്ലേ പിന്നെ നല്ലൊരു പണിയുണ്ട് ഉമ്മാര് ചെയ്യണ്ട. എന്താ അറിയോ, സംഗതി എടുത്തിട്ട് വെച്ചാളണം. ആ ടൈം കഴിഞ്ഞാല് ലോക്ക് ചെയ്തോളാം. അടുക്കളെങ്കിൽ ലോക്ക് ചെയ്യാം. അങ്ങനെ ഉണ്ടാവും. സൂപ്പറാവില്ലേ അല്ലെ? അടുക്കള ലോക്ക് ചെയ്താല അത് കൊടുക്കണ്ട, ഫുഡിഞ്ഞ് കഴിക്കാം. പിറ്റേന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് വരും. അപ്പം ഒന്നത്. രണ്ട്, ഡ്രസ്സ് വാഷ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഡ്രസ്സ് വാഷ് ചെയ്യുന്ന ആരാ ഉള്ളത്? സ്ഥിരമായിട്ട് അങ്ങനെയാണോ സൽമാനെ? വെള്ളം കഴുകിയിടാൻ മാത്രം, തുണി ഇടുന്ന എന്റെ ഉമ്മയാ. ആ ഓക്കെ. പിന്നെ സാലിഫ്? ചില സമയത്ത് ഞാൻ തുണി ഇടും. നിന്റെ എല്ലാം നീ തന്നെയാണോ വാഷ് ചെയ്യുന്നത്? അല്ല ഇടും ചില സമയത്ത്. ചില സമയത്ത്. ഓക്കെ. മിസാബ്? മിസാബ് എല്ലാ ദിവസവും ഡ്രസ്സ് മടക്കി വെക്കും. മടക്കി വെക്കുക. മടക്കി വെക്കാൻ കുറച്ച് സൊബർ തന്നെ വേണം അല്ലെ? ഡ്രസ്സ് മടക്കി വെക്കുക എന്നുള്ള പണി ചെയ്യുന്നവര് നല്ല സൊബറുള്ളവർക്കേ നടക്കുള്ളൂ. ഓക്കെ. ഫാത്തിമ നൗറിൻ എന്താ ചെയ്യാ? മടക്കി വെക്കാറുണ്ട്. ഓക്കെ. നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ കാര്യം നിങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറ. നിങ്ങളുടെ എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്യാറുണ്ടോ? നാസിൻ എന്താ ചെയ്യാറുള്ളത്? ഡ്രസ്സ് തോരയിടും, മറ്റേ അയലുമ കൊണ്ടിടും, പിന്നെ മടക്കി വെക്കും. ആ ഓക്കെ. അത് അങ്ങനെ പഠിക്കുമെങ്കിൽ എല്ലാവരും കൂടെ ആയിരിക്കും. സൽമാന്? ഉടുപ്പ് മടക്കി വെക്കും, ഉടുപ്പ് കഴുകും, പിന്നെ എന്തോ സ്റ്റഡി ടേബിൾ വൃത്തിയാക്കും. പിന്നെ ഓക്കെ. വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നവര് എന്തായാലും കുഴപ്പമില്ല. നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ പറഞ്ഞേ. സൈറ എന്താ ചെയ്യല്? തോർത്തും മടക്കും. എന്ത് ക്ലീൻ ആക്കുക? എന്താ? കിച്ചൺ ക്ലീൻ ആക്കും. ഓക്കെ. ഷാൻ എന്താ ചെയ്യുന്നത്? കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ കൊടുന്നു കൊടുക്കും. അത് നിനക്ക് മിഠായി മേടിക്കാനല്ലേ? ചിലപ്പോ മേടിക്കും. ഓക്കെ. ചിലര് മിഠായി മേടിക്കാനായിട്ട് സാധനം മേടിക്കണമോ അന്നെന്താ വാങ്ങാനുള്ളത് മിഠായി വാങ്ങാൻ വിചാരിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലെ? സാലിഫ്? ഞങ്ങളുടെ സാധനങ്ങൾ അതായത് സ്ഥലത്തോട്ട് അതായത് സ്ഥലങ്ങളിൽ എടുത്തു വെക്കുക എന്നുള്ളത് അല്ലെ? എല്ലാറ്റിനും ഓർഡർ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മിസാബ്? എന്റെ എല്ലാ ബാഗും എല്ലാം എടുത്തു വെക്കും, എല്ലായിടത്തും. നിന്റെ എല്ലാം നീ തന്നെയാണ് ഓർഡർ ആയിട്ട് എടുത്തു വെക്കുക. ബുക്സ്, നോട്ട്ബുക്ക് എല്ലാം. ദിയ ഫാത്തിമ? ഇങ്ങനെ ഉണ്ടാക്കും. എന്താ പറഞ്ഞത്? എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കും. കുക്കിംഗ് ആണ് അവളുടെ മെയിൻ പരിപാടി അല്ലെ? അവൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. പാരന്റ്സിനെ കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. റൈറ്റ്. ഓക്കെ. ഓക്കെ. ഷഹനുവിന് എന്താ ചെയ്യാം? ഞാൻ അടിച്ചു വരും. അയ്യോ, ആൺകുട്ടികൾ അടിച്ചു വരുന്ന എത്ര പേരുണ്ട്? ബോയ്സ് അടിച്ചു വരുന്നവര്? അയ്യോ, നാസിന്, ആതിഫ്, പിന്നെ ഹംദാന്, അയാന്, സയാന്, റാസി, ജാന്, അയ്യോ, ജാസില്. ഓക്കെ, ഗുഡ്. ഫർഷാദ് 7B. ഇത് വീഡിയോ ആണാക്കിടാ, എന്നാലല്ലേ കാണുള്ളൂ. ഓക്കെ. മാഷാ അല്ലാ, അത് വളരെ നല്ല കാര്യമാണ്. പേരൻസിന്
വെറുപ്പിക്കാതിരിക്കുക, പാരൻസിനെ ഹെൽപ്പ് ചെയ്യുക, പറഞ്ഞ അനുസരിക്കുക. 3 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. പാരൻസിനെ വെറുപ്പിക്കാതിരിക്കുക, പറഞ്ഞ അനുസരിക്കുക, പാരൻസിനെ ഹെൽപ്പ് ചെയ്യുക. ഇത് 3 നിങ്ങൾ ചെയ്താൽ നിങ്ങളാണ് ഏറ്റവും നല്ല മുസ്ലിം. ഇത് 3 നിങ്ങൾ ചെയ്യാതെ പിന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല അല്ലെ? പിന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ എഴുതുന്ന പോലെയാണ്. റൈറ്റ്? ഖുർആൻ ഓതണം, നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, ഇതൊക്കെ ഇതിനു വേണ്ടിയാ, നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ഇബ്ലീസിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അതിനാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇബ്ലീസിൻ്റെതായ എല്ലാ വസ്വാസെന്നും മാറി നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ്. പിന്നെ ഇന്നലെ ഫാത്തിഹയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർ റഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ. മാലിക് യൗമിദ്ദീൻ പറഞ്ഞ കൂട്ടത്തിലാണ് സ്വർഗത്തെ പറ്റി നമ്മൾ പറഞ്ഞു, നരകത്തെ പറ്റി പറഞ്ഞു, അറാഫിനെ പറ്റി പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? മാലിക് യൗമിദ്ദീനെ പറ്റി പറഞ്ഞപ്പോ അതിന് മരണത്തെ പറ്റി പറഞ്ഞു, മരണാനന്തര ജീവിതത്തിലെ 1-ാം ലോകത്തെ പറ്റി പറഞ്ഞു, ഉമ്മാന്റെ വയറ്റിന്റെ ഉള്ളിൽ വന്നതിന്റെ മുമ്പത്തെ ആലമുൽ അർവാഹിന്റെ ലോകത്തെ പറ്റി, പിന്നെ വയറ്റിന്റെ ഉള്ളില്, പിന്നെ ഭൂമിയിൽ, പിന്നെ ഷാറാഫ്, അതിന്റെ ശേഷം മഹ്ശറെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ നമ്മൾ നിർത്തിയത് അല്ലെ? വിചാരണ, ഹിസാബ്. ഇനി ഹിസാബാണ് പറയേണ്ടത്. ഹിസാബ് ഇൻഷാ അല്ലാഹ് നാളെ പറയാം. പിന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ആ ആയത്ത് നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മക്കളാക്കി, ഉമ്മാക്കും പ്രിയപ്പെട്ട മക്കളാക്കി അള്ളാഹു നമ്മളെല്ലാവരെയും വളർത്തട്ടെ. ദുആ ചെയ്യല്ലേ? അള്ളാഹുവെ ദുആ ചെയ്യല്ലേ? അല്ലേന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പെർമിഷന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഇങ്ങനെ കൈവെക്കാനും ദുആയിൽ പങ്കെടുക്കാനും വേണ്ടിയിട്ടാണ്. അള്ളാഹുവെ ഞങ്ങളെല്ലാവരെയും നല്ല മനുഷ്യരാക്കണേ അല്ലാ, നല്ല സ്വഭാവമുള്ളവരാക്കണേ അല്ലാ. ഞങ്ങളെല്ലാവരുടെയും സ്വഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ മോശം ഉണ്ടെങ്കിൽ ആ മോശമൊക്കെ മാറ്റി നല്ല സ്വഭാവമുള്ള, നല്ല മനസ്സുള്ളവരാക്കണേ അല്ലാ. നല്ല മനസ്സുണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിൽ ഒരു അവയവമുണ്ട്, ആ അവയവം, ആ ഓർഗൻ ശരിയായാൽ ബാക്കിയെല്ലാം ശരിയായി. ഹൃദയമാണ്. നല്ല ഹൃദയം ഉണ്ടാവുക, നന്മയുള്ള ഹൃദയം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അള്ളാഹു നന്മയുള്ള ഹൃദയമാക്കി ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം മാറ്റണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ വീട്ടിൽ റഹ്മത്തും ബർക്കത്തും തരണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ അമലുകൾ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ, സ്വീകരിക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ നിസ്കാരങ്ങളും ഞങ്ങളുടെ ഖുർആൻ പാരായണവും ഞങ്ങളുടെ സ്വതക്കയും എല്ലാം ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാ. അള്ളാഹു ഞങ്ങളെ ആരെയും തെറ്റിലേക്ക് കൊണ്ടുപോകല്ലേ അല്ലാ. നല്ല സുഹൃത്തുക്കളെ തരണേ അല്ലാ. അള്ളാഹുവെ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. അള്ളാഹുവെ ഇനി അങ്ങോട്ട് ഒരുപാട് നന്മ ചെയ്യാനും മരിക്കുന്നത് വരെ നല്ല മുഅ്മിനായി ജീവിച്ച് മരിക്കാനും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബന അജിർനാ മിനൻ നാർ. اللهم رب ارحمهما كما ربيانا صغيرا. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا يا رب العالمين. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.